പാൽ വിറ്റാൽ ഒരു നയാ പൈസ ലാഭം ലഭിക്കുകയില്ലെന്നും മിൽമയുടെ ഉൽപ്പന്ന വിപണനം ലാഭം മാത്രമാണ് ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുന്നതെന്നും മിൽമ മലബാർ യൂണിയൻ ചെയർമാൻ കെ.എസ്. മണി അഭിപ്രായപ്പെട്ടു. വട്ടംകുളത്ത് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ക്ഷീരകർഷക ഓണസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മായം ചേർത്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലാഭം നേടിയാൽ കൂടുതൽ കാലം മുന്നോട്ടു പോകാനാകില്ല. മുന്തിയ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് മിൽമയുടെ ലക്ഷ്യം. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മിൽമ വിപണിയിൽ എത്തിക്കുന്നതാണ് ഇന്നത്തെ ലാഭത്തിന്റെ ആകെത്തുക, അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ പാല് കറന്നാൽ ഇത് വിൽക്കാൻ കൊണ്ടുപോയാൽ അടുത്തുള്ള സ്ഥലങ്ങളിൽ ചായക്കടയിലോ കുറെ വീടുകളൊക്കെ കൊടുത്താൽ ആദ്യകാലത്തൊക്കെ ഇങ്ങനെ പോകും. പിന്നെ കൊടുത്തതിന്റെ കാശ് കിട്ടും. ഒരാഴ്ച മുടങ്ങും, 10 ദിവസം മുടങ്ങും, 1 മാസം മുടങ്ങും, 2 മാസമാകും. കാശ് കിട്ടാതിരുന്ന പശുവിന് തീറ്റ കൊടുക്കാതിരിക്കാൻ വല്ലാത്ത പ്രയാസത്തിലാകും. അങ്ങനെ രാജ്യത്ത് വളരെ പ്രയാസം അനുഭവിച്ച ഒരു വിഭാഗത്തെ കണ്ടുകൊണ്ടാണ് ഗുജറാത്തിലെ ആനന്ദ് എന്നുള്ള സ്ഥലത്ത് ആദ്യമായിട്ട് ഇങ്ങനൊരു സഹകരണ സംഘം, ആനന്ദ് മാതൃക നമ്മൾ പറയുന്നത് അതുകൊണ്ട് ആനന്ദ് തുടങ്ങിയത്. അത് ഡോക്ടർ വർഗീസ് കുര്യൻ തുടങ്ങി വെച്ചതാണ്. വളരെ ചെറിയ തോതിൽ ആരംഭിച്ച നമ്മുടെ ആ സംഘമാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ പടർന്ന് നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ വട്ടംകുളം സംഘം പോലെ 2 ലക്ഷത്തിലധികം സംഘങ്ങളായി രൂപപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. അപ്പം അതിൻ്റെ പ്രാധാന്യം എന്താണ് അതുകൂടെ നമുക്ക് മനസ്സിലാക്കാറ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മളെ ഒരുമിച്ചുള്ള കർഷകരോടാണല്ലോ. നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള ഒരു പ്രാധാന്യം കൂടെ മനസ്സിലാക്കട്ടെ. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാനം തൊഴിൽദായകമായിട്ടുള്ളത് നമ്മുടെ ക്ഷീരമേഖല. 10 കോടി കുടുംബങ്ങളാണ് നേരിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷീരമേഖല. വട്ടംകുളത്ത് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ക്ഷീരകർഷക ഓണസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘം പ്രസിഡന്റ് പത്തിൽ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഓണക്കിറ്റ്, ഓണപ്പണം, കൗ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലുള്ള ഓണപ്പുടവ വിതരണം, കർഷകർക്കുള്ള പാൽപാത്ര വിതരണം, ജീവനക്കാരെ ആദരിക്കൽ എന്നിവയും നടത്തി. വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം.എ. നജീബ്, മുൻ പ്രസിഡന്റ് കഴുങ്കിൽ മജീദ്, അഷ്റഫ് കൂക്കൂർ, ഭാസ്കരൻ വട്ടംകുളം, ചഞ്ചൽ പി. മാത്യു, പി. മഹേഷ്, കെ. ഷീബ, ഊർമിളകുമാരി, ഇ. ആശ, കെ. ഷീജ, ഷാഹുൽ ഹമീദ്, എം.കെ. മുഹമ്മദ് കുട്ടി, കെ. കുഞ്ഞൻ എന്നിവർ പ്രസംഗിച്ചു. NCV ന്യൂസ്, എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.